എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ശ്രുതിയെ കണ്ടതും സച്ചിയാണെങ്കിൽ അല്ലച്ച ഈ പെണ്ണിന് ആടി മാസമൊന്നും അതൊന്നും ബാധകമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം രവി ഒരക്ഷരം പോലും മിണ്ടിയില്ല. ശ്രുതിയാണെങ്കിലോ അതെ മലേഷ്യക്കാരൻ്റെ മോളല്ലേ, മലേഷ്യയിലൊന്നും ഇതുപോലെ ആടി മാസമൊന്നും ഇല്ല. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. എന്നെയും എൻ്റെ രേവതിയും തമ്മിൽ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരും ഇന്നിവിടെ ഒരുമിച്ച് കഴിയണ്ടെന്ന് പറയുക. ഒരു മാസത്തേക്ക് നിങ്ങൾ മാറി താമസിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതിയാണെങ്കിലോ എടാ അതിന് ഇവളുടെ വീട് ഇവിടെ അല്ലല്ലോ, ഇവളുടെ വീട് മലേഷ്യയിലല്ലേ, ഇപ്പൊ മലേഷ്യയിലേക്കൊക്കെ പോവാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ഈ മലേഷ്യക്കാരി പെണ്ണ് ഇത്രയും നാളും ഏത് വീട്ടിലാണ് താമസിച്ചിരുന്നത്, ആ വീട്ടിൽ പോയി താമസിക്കട്ടെ, എന്തായാലും ഇവളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ശ്രുതിയെയും ഒക്കെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് വന്നു. എന്താ ഇവിടെ ഒരു ബഹളമെന്ന് ചോദിക്കുമ്പം അതെ അമ്മ എൻ്റെ രേവതിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് വലിയ താല്പര്യമൊക്കെ കാണിച്ചതാണല്ലോ, എന്നിട്ട് ഇവൾക്ക് എന്താ ഈ ആടി മാസമൊന്നും ബാധകമല്ലേ എന്ന് ചോദിച്ചു. എന്തായാലും ഇവൾ ഇടവത്തി പ്രസവിക്കാൻ ഇരിക്കുമായിരിക്കുമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പറഞ്ഞു നീ ഒന്ന് പോയിക്കേ, ഞങ്ങൾ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് അങ്ങോട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി വന്ന് വട്ടം നിന്നു. അതെ ഇന്നിവള് ഇവിടെ നിന്റെ കൂടെ കിടക്കില്ല, എന്നെ രേവതിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പൊ നിങ്ങൾ കിടക്കണ്ടെന്നും പറഞ്ഞ് സച്ചി അവരെ തടഞ്ഞു നിർത്തുകയാണ്. അന്നേരം ചന്ദ്രമതി ആണെങ്കിൽ ഒരു ബുദ്ധി പ്രയോഗിച്ചു. മോളെ ശ്രുതി മോളിന്ന് അമ്മയുടെ കൂടെ കിടക്കെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കിനും എന്തോ പോയൊരു അണ്ണാനെ പോലെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ കാഴ്ചയും കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും എനിക്ക് ഇപ്പോഴാണൊന്ന് സമാധാനം ആയതെന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രവി പറഞ്ഞു എടാ മോനെ ഇതൊക്കെ ഇച്ചിരി കടന്നു കൈയല്ലേടാ, അച്ഛാ എല്ലാ മക്കളും ഒരുപോലെ തന്നെയല്ലേ, രേവതി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ശ്രുതിയും അവളുടെ വീട്ടിൽ പോകണം, പോയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ മാറി കിടക്കേണ്ടിയൊക്കെ വരുമെന്ന് പറഞ്ഞു. അല്ലച്ചാ ഈ ആടി മാസമല്ലേ, അമ്മയുടെ വീട് ഇവിടെ അടുത്തല്ലേ, അമ്മയെ ഒരു മാസത്തേക്ക് അങ്ങ് മാറ്റി നിർത്തിയാൽ അച്ഛന് സന്തോഷമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്ന് സച്ചി നീ പറയുന്ന കാര്യങ്ങളൊന്നും നിന്റെ അമ്മ കേൾക്കണ്ട കേട്ടോ, അവൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് പറഞ്ഞ് രവി ആണെങ്കിൽ സച്ചിയോട് അടുത്തിങ്ങനെ കളി പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പെട്ടതുപോലെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു അതെ നീ ഇങ്ങനെ ഷുഗർ പേഷ്യൻസ് ബേക്കറിയിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ ഇങ്ങനെ വെള്ളം ഉറക്കി നിന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ, ഒരു കാര്യം പോയി കിടന്ന് ഉറങ്ങടാന്ന് പറഞ്ഞു. ഒരുത്തൻ്റെ ജീവിതം തകർത്തപ്പം നല്ല സമാധാനം കിട്ടിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ റൂമിൽ അങ്ങനെ നമ്മുടെ സച്ചി റൂമിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടക്കാൻ തുടങ്ങുകയാണ്. റൂമിൽ മൊത്തത്തിൽ ഒരു നിശബ്ദതയും അതുപോലെ തന്നെ രേവതി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ നമ്മുടെ സച്ചിക്കുണ്ട്. സച്ചി അങ്ങനെ വലിയ സങ്കടത്തിൽ കുറച്ച് സമയമൊക്കെ ഫോണൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് നോക്കുന്നുണ്ടെങ്കിലും ആൾക്ക് അതിലൊന്നും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നേ ഇല്ല. അങ്ങനെ വളരെയധികം സങ്കടത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവസാനം പുതപ്പ് തലവഴിയൊക്കെ മൂടിയിട്ടിട്ട് സച്ചി ഇങ്ങനെ ഉറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നേ ഇല്ല. ഇനി ഇവിടെ കിടന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ പഴയ ആ ഒരു പായൊക്കെ ഉണ്ടല്ലോ അതും തലേണയൊക്കെ എടുത്തിട്ട് ടെറസിലേക്ക് പോവാണ്. അങ്ങനെ ടെറസിലെത്തി പായൊക്കെ നീട്ടി വിരിച്ചു, തലേണയൊക്കെ അവിടെ സെറ്റ് ചെയ്തു. കിടക്കാനായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്തും ഒരു പായും തലേണയൊക്കെ ആയിട്ട് വരികയാണ്. സച്ചിയാണെങ്കിലോ അല്ലട ശ്രീ എന്താ നിനക്ക് അവിടെ റേഞ്ച് ഒന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുകയാണ്. റേഞ്ച് കിട്ടുന്ന സ്വഭാവവും റേഞ്ച് പിടുത്തമൊക്കെ ഞാനങ്ങ് നിർത്തിയേട്ടാന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് ആണെങ്കിലോ നമ്മുടെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അല്ല ഏട്ടൻ എന്താ റൂമിൽ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പം അതെ എടാ എനിക്ക് റൂമിൽ കിടന്നിട്ട് ഒരു ഉറക്കം വരുന്നില്ലടാ, നേരത്തെയൊക്കെ ഞാൻ ഓട്ടവും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല ബേഷായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും ഏട്ടത്തിയില്ലാത്ത കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അവളുണ്ടായിരുന്നപ്പം ഇങ്ങനെ വഴക്കടിച്ചും അതുപോലെ തന്നെ കുറേ സമയം സംസാരിച്ചുമൊക്കെ അങ്ങനെ ഉറങ്ങിപ്പോവായിരുന്നു. അതുമല്ലടാ നല്ലതുപോലെ ഫുഡും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അല്ല ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും എന്ത് കഴിക്കാനാടാ, കല്ല് പോലത്തെ ഒരു ഉപ്പുമാവ് അതും കരിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ അമ്മയെന്ന് പറഞ്ഞപ്പം ആണോ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി പുറത്തുനിന്ന് വാങ്ങട്ടെ എന്ന് ചോദിക്കുക. വേണ്ടടാ, അല്ല നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പം ഞാൻ പുറത്തുനിന്ന് കഴിച്ചു കേട്ടാ, എനിക്ക് റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡ് ഉണ്ടായിരുന്നു,
നീ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അല്ല ഏട്ടന് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ, എന്താ ഏട്ടാ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അന്വേഷിക്കുകയാണ്. എടാ എനിക്കറിയില്ല അതെങ്ങനെയാ പറയണ്ടേന്ന്. ശരിക്കും ഞാൻ ഒറ്റക്കായി പോയതുപോലെ ഒരു തോന്നല്. നമ്മുടെ കൂടെ ഇത്രയും ദിവസം ഒരാൾ ഉണ്ടായിട്ട് ആ ആള് നമ്മളെ മൈൻഡാതെ ഇരിക്കുമ്പോഴും ആ ആളുടെ പ്രസൻസ് പെട്ടെന്ന് നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോഴും ഒക്കെ ഒരു വിഷമം ഉണ്ടാവില്ലേ, അതുപോലെയുള്ളൊരു സങ്കടം. ആ സങ്കടത്തിൽ ഇപ്പൊ ഞാനൊന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയെക്കുറിച്ച് സംസാരിക്കുക. അവള് നല്ലതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് മാത്രമല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇനിയിപ്പം എന്ത് ചെയ്യും, ഒരു മാസം ഈ ആടി മാസം ഉണ്ടാക്കിയവനെങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുമെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ശ്രീകാന്ത് ആണെങ്കിലോ അപ്പോഴത്തേക്കിനും നമ്മുടെ വർഷയെക്കുറിച്ച് ആലോചിച്ചു. എന്തായാലും വർഷ ഇഷ്ടമാണ്, വർഷയ്ക്ക് തന്നോട് താല്പര്യമുണ്ട് എന്നൊക്കെ ശ്രീകാന്തിന് നല്ലതുപോലെ അറിയാം. പിന്നെ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ശ്രീകാന്ത് ആ ഇഷ്ടം വേണ്ടാന്ന് വെക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ സച്ചി ആണെങ്കിലും രേവതിയുടെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ശ്രീകാന്തിനോടും ഒക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ രേവതി വിളിക്കുകയാണ്. അങ്ങനെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് സച്ചി പറഞ്ഞു, അതെ ഞാൻ ഇപ്പം നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നിനക്ക് 100 ആയുസാണ് കേട്ടോ, എന്താ എന്നെ പറ്റി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അല്ല നീ ഇവിടെ എൻ്റെ അടുത്തില്ലാത്തതിൻ്റെ ചെറിയൊരു വിഷമം അതൊക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ടെറസിൽ ആകാശം നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെന്തപ്പോൾ ടെറസിൽ പോയി കിടക്കുന്നത്, നിങ്ങൾക്ക് റൂമിൽ കിടന്നാൽ പോരെന്ന് രേവതി ചോദിക്കുകയാണ്. അതെ റൂമിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ, പിന്നെ ടെറസിലിത് ശ്രീകാന്ത് കൊണ്ട് എനിക്ക് കൂട്ടായിട്ടെന്ന് പറഞ്ഞു, മഴ എങ്ങാനും പെയ്യും മനുഷ്യ, റൂമിലെങ്ങാനും പോയി കിടക്കുന്ന രേവതി പറയുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിലും ഇല്ല എന്തായാലും നീ ഇപ്പം എന്തെടുക്കുക, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ ഭക്ഷണം കഴിച്ചു, എന്തായിരുന്നു കറിയെന്ന് ചോദിക്കുമ്പോൾ പരിപ്പ് കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു, ചീരത്തോരൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ വീട്ടിലെ കറി വെച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സച്ചിയാണെങ്കിലും നിനക്ക് നല്ല സൗഭാഗ്യമാണല്ലേ, നീ തന്നെയാണോ കുക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയത്, ആ കൈപ്പുണ്യൊന്നും അറിയാനായിട്ട് എനിക്ക് ഭാഗ്യമില്ല, അല്ല നിങ്ങൾ എന്താ കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് കഴിക്കാനാ, എനിക്ക് ഇന്ന് കരിച്ചു വെച്ചിരിക്കുന്ന ഉപ്പുമാവായിരുന്നു, അവസാനം അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു പഴവും കഴിച്ചു, കുറച്ച് കുടിവെള്ളം കുടിച്ചു, അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. രേവതി ആണെങ്കിലും സച്ചിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയൊക്കെ കാണുമ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ട്. നമ്മുടെ ദേവു അവിടെ നിന്ന് തുണിയൊക്കെ മടക്കുന്നുണ്ട്. അപ്പം സച്ചി പറഞ്ഞു, ദേ ഇപ്പോഴുണ്ടല്ലോ ഈ ഒരു നിലാവ് നോക്കി നിൽക്കാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെ നിലാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു രേവതി ദാ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു റൊമാൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചി ഒരുപാട് സമയം നമ്മുടെ രേവതിയുടെ അടുത്ത് സംസാരിച്ചു. രേവതിയാണെങ്കിലോ സച്ചിയോട് ഭയങ്കരമായിട്ട് ഇവര് അടുത്ത് ഇല്ല എന്നുള്ള ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ഇവര് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതൊക്കെ കാണിക്കുക. രേവതിക്കാണെങ്കിലും ഇതാ നിലാവൊക്കെ നോക്കി നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സച്ചിയുമായിട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണം, ആ ഫോൺ കട്ട് ചെയ്യാനേ അവൾക്ക് തോന്നുന്നില്ല. അത്ര കണ്ട് നല്ല രസത്തിൽ രണ്ടുപേര് സംസാരിച്ചു. പിന്നീടാണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിൽ ഇവള് കുറേ സമയം ആയല്ലോ പുറത്തേക്ക് പോയിട്ട്, ഇവളെ ഒന്ന് വിളിക്കാമെന്നും പറഞ്ഞ് പുറത്ത് വന്നിട്ട് രേവതിയെന്ന് നീട്ടി വിളിക്കുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, ദാ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം പോവുകയാണല്ലേ എന്ന് ചോദിച്ചിട്ട് സച്ചി വളരെ സങ്കടത്തിൽ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയെയും അമ്മയെയും ആദികുട്ടനെയും ഒക്കെയാണ്. അപ്പോൾ ദാ നമ്മുടെ വിമല അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലകറക്കമൊക്കെ ഉണ്ടല്ലോ, അവരെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി എത്തിയതാണ്. അങ്ങനെ ശ്രുതി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് പ്രഷർ നല്ലതുപോലെ ലോ ആകുന്നുണ്ട്, എന്തായാലും അമ്മ പറയുന്നത് പോലെയൊന്നും ഭക്ഷണം കഴിക്കുന്നൊന്നുമില്ല, അതുപോലെ അമ്മയെ ഒരുപാട് ശ്രദ്ധിക്കണം. ഒരു കാര്യം ചെയ്യും, ശ്രുതി എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ, ശ്രുതിക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അമ്മയെയും കുട്ടിയെയും കൊണ്ടുപോകാമല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണം വെച്ചാലും നമുക്ക് ശ്രുതിക്ക് ഇതുപോലെ ഒരു മോനുണ്ടെന്നും അമ്മയുണ്ട് എന്നുള്ള കാര്യമൊന്നും ശ്രുതിയുടെ അടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോടെ കാണണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.